ഗുഡ് മോർണിംഗ്. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും EOQ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ കണ്ടെത്തുക. ടോട്ടൽ ആനുവൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ ഒരു വർഷം നമ്മൾ വാങ്ങി സൂക്ഷിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. അതിന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്: ക്വാർട്ടർലി ഡിമാൻഡ് 875 യൂണിറ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് റുപ്പീസ് 3.60, ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ റുപ്പീസ് 5, സ്റ്റോറേജ് കോസ്റ്റ് 3% പെർ ആനം, ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനം. ക്വസ്റ്റ്യനിൽ നിന്നും തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് ക്വാർട്ടർലി 875 യൂണിറ്റ് ആണ്. അപ്പം ആയതിനാൽ അത് ഒരു വർഷം എന്ന് പറയുമ്പോൾ 875 ഇൻറ്റു 4 3500 യൂണിറ്റ്സ് ആണ് സി എന്ന് പറയുക. ഓർഡറിംഗ് കോസ്റ്റ് നേരിട്ട് നൽകിയിട്ടുണ്ട്, റുപ്പീസ് 5 ആണ്. ഈ ഐ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് നൽകിയിട്ടില്ല. അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് 3% പെർ ആനമാണെന്ന് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനമാണെന്ന് പറയുന്നുണ്ട്. സ്റ്റോറേജ് കോസ്റ്റും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ നമ്മളുടെ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റിൻ്റെ ഭാഗമായതിനാൽ 10% പ്ലസ് 3% ആഡ് ചെയ്യുക. അങ്ങനെ 13% കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ 13% ആണ് അതിൻ്റെ ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റായിട്ട് വരിക. ആദ്യമായി EOQ കാൽക്കുലേറ്റ് ചെയ്യുക. EOQൻ്റെ ഇക്വേഷൻ √2CO ഡിവൈഡഡ് ബൈ I. സി ആൻഡ് കൺസംഷൻ പെർ ആനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 875 ഇൻറ്റു 4 3500 യൂണിറ്റ്സ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. I എന്ന് പറയുന്നത് 13% ഓഫ് റുപ്പീസ് 3.60 ആണ്. അത് 0.468 ആണ് വരിക. ഇനി അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. √2 ഇൻറ്റു 3500 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 0.468 ഈസിക്കൽ ടു 273 യൂണിറ്റ്സ്. ഇതാണ് EOQ എന്ന് പറയുക. അടുത്തത് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ്. അതിൻ്റെ ഇക്വേഷൻ ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. ആനുവൽ കൺസംഷൻ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ളത് 3500 ആണ്. അത് ഡിവൈഡഡ് ബൈ EOQ 273 ഈസിക്കൽ ടു 13 ഓർഡേഴ്സ്. അടുത്തതായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടൽ ആനുവൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ. എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ വാങ്ങി സൂക്ഷിക്കുന്നതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്താണ്. അവിടെ ആ മെറ്റീരിയൽ വാങ്ങുന്നതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റ്, അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ്, ഈ 3 കോസ്റ്റും കൂടെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് ടോട്ടൽ ആനുവൽ ഇൻവെൻറ്ററി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ കിട്ടുക. ആദ്യം നമുക്കൊരു വർഷം 3500 യൂണിറ്റാണ് വേണ്ടത്. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 3.60 ആണ്. അപ്പോൾ 3500 യൂണിറ്റ് ഇൻറ്റു 3.60 എന്ന് പറയുമ്പോൾ 12,600 റുപ്പീസാണ് വരിക. ഇനി അടുത്തത് അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റാണ്.
ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പെർ ഓർഡർ ₹5 ആണ്. അപ്പോൾ നമ്മൾ കാണണം എത്ര ഓർഡറാണ് ഒരു വർഷം നടത്തേണ്ടത്. ആ ഓർഡർ ഇൻറ്റു 5 ഇടുമ്പോൾ അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. അപ്പോൾ നമുക്ക് എത്ര ഓർഡർ ഒരു വർഷം ഉണ്ടെന്ന് അറിയാം. അതിനെ അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 3500 ഡിവൈഡഡ് ബൈ 273. ദാറ്റ് ഈസ് ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. 3500 യൂണിറ്റ് ഒരു വർഷം ആവശ്യമാണ്. അത് 273ൻ്റെ EOQ ആയിട്ട് ലോട്ടായിട്ടാണ് നമ്മൾ വാങ്ങാൻ പറ്റുക എന്ന് നമ്മൾ EOQയിലൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ EOQ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഓർഡർ ഒരു വർഷം വേണം. 273 യൂണിറ്റ് വെച്ച് 3500 യൂണിറ്റ് നമുക്ക് ഒരു വർഷം വാങ്ങണം എന്നുണ്ടെങ്കിൽ 13 ഓർഡർ പ്ലേസ് ചെയ്യണം. അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റ് 5 ആണ്. അപ്പോൾ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 65 ലഭിക്കും. അടുത്തത് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി. അതായത് നമ്മളതിൻ്റെ ശരാശരി ഒരു ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു വർഷം എത്ര വരും എന്നുള്ളതാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് ഇൻവെൻട്രിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ EOQവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു വർഷം വരുന്നതിൻ്റെ ഒരു ശരാശരി എടുത്തിട്ട് അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ്, ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് എന്താണെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ EOQവിനെ ഡിവൈഡ് ബൈ 2 എടുക്കുമ്പോൾ അതിൻ്റെ ആവറേജ് ഇൻവെൻട്രി നമുക്ക് കിട്ടും. അത് 136.5 ആണ്. അതിനെ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ 136.5 ഇൻറ്റു 0.468 അതിൻ്റെ റിസൾട്ട് 63.88. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ വാങ്ങുന്നതിൻ്റെ കോസ്റ്റ് ലഭിച്ചു, ഒരു വർഷത്തെ ഓർഡറിംഗ് കോസ്റ്റ് ലഭിച്ചു, ഒരു വർഷത്തെ ക്യാരിയിങ് കോസ്റ്റ് ലഭിച്ചു. ഈ 3 കോസ്റ്റും കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വർഷം പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ വാങ്ങി സൂക്ഷിക്കുന്നതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 12,600, then ഓർഡറിംഗ് കോസ്റ്റ് 65, ക്യാരിയിങ് കോസ്റ്റ് 63.88. അങ്ങനെ അതിൻ്റെ ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുക 12,728.88. അപ്പോൾ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കണ്ടെത്തുക. മെറ്റീരിയൽ എത്ര യൂണിറ്റ് ഉണ്ടോ അത് വാങ്ങുന്നതിൻ്റെ കോസ്റ്റ്, അത് ഓർഡർ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് മുതലായവ ആഡ് ചെയ്യുക. From the following information, calculate EOQ be the number of orders per year. C. How frequently should orders be placed? D. Total ordering cost. E. Total carrying cost. F. Total carrying and ordering cost at that quantity. Annual consumption per annum തന്നിട്ടുണ്ട് 48,000 units. Then purchase price of input unit ₹25. Then annual carrying cost 12% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 25 റുപ്പീസിൻ്റെ 12% ആണ് അവിടുത്തെ ആനുവൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുക. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ, അതായത് O എന്ന് പറയുന്നത് ₹180 ആണ്. ആദ്യം EOQ കാൽക്കുലേറ്റ് ചെയ്യുക. √2CO ഡിവൈഡ് ബൈ I. ക്വസ്റ്റ്യനിൽ I മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 25ൻ്റെ 12%. ബാക്കി എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ ലഭ്യമാണ്.
അതനുസരിച്ച് EOQ കാൽക്കുലേറ്റ് ചെയ്യുക. EOQൻ്റെ റിസൾട്ട് വരിക 2400 യൂണിറ്റ്സ് ആണ്. അടുത്തത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയർ ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ ഓർഡർ സൈസ് എന്ന് പറഞ്ഞാൽ EOQ തന്നെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 20 ഓർഡേഴ്സ് പെർ ഇയർ ആണ് കിട്ടുക. അടുത്തത് ഫ്രീക്വൻസി ഓഫ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ്. അത് മന്ത്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഡേയ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. അപ്പോൾ ഇവിടെ 365 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓർഡേഴ്സ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുക 18.25 ഡേയ്സ്. അതായത് 18 ദിവസം കഴിയുമ്പോൾ ഓരോ ഓർഡർ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ദെൻ നെക്സ്റ്റ് ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ആവറേജ് ഇൻവെൻട്രി കാണുക, ഓർഡർ സൈസ് അതായത് EOQ ഡിവൈഡഡ് ബൈ 2. ദെൻ നെക്സ്റ്റ് ടോട്ടൽ ആനുവൽ ക്യാരിയിങ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. കൂടുതൽ ഐറ്റംസ് തന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയെ അവിടെയുള്ളൂ. അവിടെ ആനുവൽ കൺസംഷൻ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. ക്വാർട്ടേർലി ആയിട്ട് 600 യൂണിറ്റ് ആണ് നമുക്ക് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 യൂണിറ്റ് മെറ്റീരിയൽ ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആനുവൽ കൺസംഷൻ എന്ന് പറയുമ്പോൾ 6000 ഇൻറ്റു 4 ഇൻറ്റു 10, അങ്ങനെ 2,40,000 ആണ് C എന്ന് പറയുക. ഓർഡറിംഗ് കോസ്റ്റ് നമുക്കതിൻ്റെ ഓർഡറിംഗ്, റിസീവിംഗ് ആൻഡ് ഹാൻഡലിംഗ് കോസ്റ്റ് 15 പെർ ഓർഡർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രക്കിംഗ് കോസ്റ്റ് ₹5 പെർ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 15ഉം പ്ലസ് 5ഉം കൂടെ ആഡ് ചെയ്ത് 20 ആയിരിക്കും ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുക. O എന്ന് പറയുന്നത് 20 ആണ്. ഇനി അടുത്തത് ക്യാരിയിങ് കോസ്റ്റ് പെർ ആനമാണ്. അത് നമ്മളെ സംബന്ധിച്ച് അതിനനുബന്ധമായിട്ട് അതിൻ്റെ ഒബ്സൊലസൻസ് കോസ്റ്റ് വേണം, സ്റ്റോറേജ് കോസ്റ്റ് വേണം, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വേണം. ഈ 3 കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തിട്ടാണ് അവിടുത്തെ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാണേണ്ടത്. ഒബ്സൊലസൻസ് കോസ്റ്റ് 20 പെർ യൂണിറ്റ് പെർ ആനം ഉണ്ട്, അതെടുക്കുക 20. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് 15% പെർ ആനമാണ്. അതായത് പർച്ചേസ് പ്രൈസായ 200 റുപ്പീസിൻ്റെ 15% എടുക്കുമ്പോൾ അത് 30 റുപ്പീസാണ് വരിക. പിന്നെ സ്റ്റോറേജ് കോസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 1 lakh റുപ്പീസാണ് തന്നിരിക്കുക. അതിൽ 20,000 യൂണിറ്റ്സിനാണ് 1 lakh റുപ്പീസ് എന്ന് പറയുക. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 20,000 എന്ന് പറയുമ്പോൾ 5 ആണ് ലഭിക്കുക. ആയതിനാൽ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എന്ന് പറയുക 20 പ്ലസ് 30 പ്ലസ് 5 ഈക്വൽ ടു 55 ആണ്. ഇപ്പോൾ ഇക്വേഷനിലെ എല്ലാ ഐറ്റംസും നമുക്ക് ക്ലിയർ ആണ്. ഇനി തുടർന്ന് EOQ കാണുന്നതിനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക.